വയനാട് മേപ്പാടി ചെമ്പ്രമലയിൽ കാട്ടാനക്കൂട്ടം. ചെമ്പ്ര താഴ്വരയിൽ ജനവാസ മേഖലയിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. ഇന്നലെ വൈകിട്ടാണ് 8 ആനകൾ കൂട്ടമായി തേയിലത്തോട്ടത്തിലെത്തിയത്. അതിനിടെ കൽപ്പറ്റ പുൽപ്പാറ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഇന്നലെ അർദ്ധരാത്രി പുലിയെ കണ്ടിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മോഹൻ, എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുലിയെങ്കിൽ ചെമ്പ്ര താഴ്വരയിൽ കാട്ടാനക്കൂട്ടം. ദീപക്, ഇതിന് രണ്ടിനിടയിൽ ഓടുകയാണല്ലോ ഇപ്പോൾ. സുജിയ, എനിക്ക് രണ്ടിനിടയ്ക്ക് ഓടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ രണ്ടിടങ്ങളിൽ മാത്രമല്ല, ഈ കൽപ്പറ്റ നഗരത്തിനോട് അടുത്ത് കിടക്കുന്ന പെരുന്തട്ടയിൽ കടുവ ഇറങ്ങിയിട്ട് നാളുകളേറെയായി. ആ മേഖലയിൽ വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് ഈ മേപ്പാടി ചെമ്പ്ര മലനിരകൾക്ക് താഴെയുള്ള ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം. 8 കാട്ടാനകളാണ് ആ തേയിലത്തോട്ടത്തിൽ വിഹരിച്ച് നടക്കുന്നത്. പ്രദേശവാസികൾ ആനക്കൂട്ടത്തെ കണ്ട് പിന്നീട് വനംവകുപ്പിന് വിവരം അറിയിച്ചു. കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ, അതായത് ഈ ചെമ്പ്രയ്ക്ക് അടുത്തുള്ള എലമ്പിലേരി എന്ന് പറയുന്ന സ്ഥലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വയോധികൻ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് വലിയ പ്രതിഷേധം ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രധാനമായും ഈ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഫെൻസിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് കാട്ടാനകൾ ഈ തേയിലത്തോട്ടത്തിലേക്കും അതുപോലെ തന്നെ ജനവാസ മേഖലകളിലേക്കൊക്കെ ഇറങ്ങുന്നത് എന്നൊരു ആരോപണം പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അന്ന് വനം വകുപ്പും ഒപ്പം സ്ഥലം MLAയും ഒക്കെ സ്ഥലം സന്ദർശിച്ച് ഇവർക്ക് ഈ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. അതിനിടയിലാണ് വീണ്ടും കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. 8 ആനകളാണ് ഈ തേയിലത്തോട്ടത്തിലൂടെ വിഹരിച്ച് നടക്കുന്നത്. പ്രദേശവാസികൾ ആണ് ഈ വീഡിയോ ദൃശ്യം പകർത്തിയത്. അതിനിടെ വൈകിട്ടോടുകൂടി തന്നെയാണ് ഈ ആനകൾ സമീപത്തെ എളമ്പിലേരി എസ്റ്റേറ്റിലേക്ക് പോയത്. എളമ്പിലേരി എന്ന് പറയുന്നത് ചെമ്പ്ര മലനിരകൾക്ക് തൊട്ട് താഴെയുള്ള മറ്റൊരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന തേയിലത്തോട്ടം മേഖലയാണ്. ആ മേഖലയിലാണ് കാട്ടാനകളെ കണ്ടത്. ഇടയ്ക്കൊക്കെ 1-2 ആനകളെ കാണാറുണ്ടെങ്കിലും ഇത്തരത്തിൽ 8 ആനകൾ കൂട്ടമായി വന്നിറങ്ങിയത് ആദ്യമായാണ് ഈ മേഖലയിലെ ആളുകൾ കാണുന്നത്. ഏതായാലും വനംവകുപ്പ് ഈ മേഖലയിൽ ആളുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം വനംവകുപ്പിൻ്റെ ആളുകൾ ഈ മേഖലയിൽ പട്രോളിംഗ് നടത്താനും തീരുമാനമായിട്ടുണ്ട്. സുജയ.